എന്റെ ചേട്ടാ, നിങ്ങളുടെ മോനില്ലേ ടിൻഡു, അവനെ കൊണ്ട് തോറ്റുട്ടോ. എന്തു പറ്റി മാഷെ? ഞാൻ മാഷെ കാണാനിരിക്കായിരുന്നു. പഠിത്തം എന്ന് പറഞ്ഞ ഒരക്ഷരം അറിയില്ല. കാര്യമായിട്ട് എന്തെങ്കിലും ചോദിച്ചാ കള്ളമല്ലാതെ ഒന്നും പറയില്ല. എന്താ മാഷെ ചെയ്യ? ഞാൻ ഉപദേശിച്ചു മടുത്തു. നിങ്ങളൊന്ന് കാര്യമായിട്ട് ഉപദേശിച്ചു നോക്ക്. കള്ളം പറച്ചിലെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാ മതിയായിരുന്നു. ശരി മാഷെ, ഞാൻ രണ്ടും കൽപ്പിച്ചൊന്ന് ഉപദേശിച്ചു നോക്കാം. ജോർജ് വാഷിംഗ്ടൺ കൊള്ളാം. എന്തൊരു മഹാൻ, എന്തൊരു സത്യസന്ധൻ. മോനെ ടിൻഡു, ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്തുപോയി. നീ ഇങ്ങ് വാ, അച്ഛനൊരു കഥ പറഞ്ഞുതരാം. എനിക്ക് കഥ വേണ്ട. എന്താ അച്ഛാ? നീ വാഷിംഗ്ടൺ എന്ന് കേട്ടിട്ടുണ്ടോ? വാഷിംഗ് സോപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരനെ ചെറുപ്പത്തിൽ വളരെ സത്യസന്ധനായിരുന്നു. വലുതായപ്പോ മുടിഞ്ഞ് കള്ളനായി കാണും. ഓ അല്ലടാ, പുള്ളി എന്നും സത്യസന്ധനായിരുന്നു. അല്ല അച്ഛാ, അത് ഞാനിപ്പോ എന്ത് വേണം? എന്റെ ടിൻഡു, പുള്ളിയുടെ കുട്ടിക്കാലത്തെ കഥയൊന്ന് കേൾക്ക്. വാഷിംഗ്ടണിന്റെ അച്ഛൻ ഒരു ദിവസം പുള്ളിയെ കുറെ വഴക്കു പറഞ്ഞു. ദേഷ്യം സഹിക്കാനാവാതെ വാഷിംഗ്ടൺ അച്ഛൻ ഓമനിച്ചു വളർത്തിയ ആപ്പിൾ മരം മുറിച്ചു മാറ്റി. അയ്യോ, അത് കഷ്ടായി പോയി. ആപ്പിൾ മരം പോയതിൽ അച്ഛൻ വളരെ ദുഃഖിച്ചു. പക്ഷേ വാഷിംഗ്ടൺ അച്ഛന്റെ അടുത്ത് ചെന്ന് നടന്ന കുറ്റം ഏറ്റു പറഞ്ഞു. വേണ്ടായിരുന്നു. അതാണടാ സത്യസന്ധത. കണ്ടു പഠിക്ക്. ഞാനും സത്യസന്ധനായി. ഇത്ര പെട്ടെന്നോ? അച്ഛൻ പറഞ്ഞു തന്ന വിദ്യ അങ്ങോട്ട് പ്രയോഗിച്ചു. എന്ത് വിദ്യ? കണ്ടോ? ദൈവമേ, എന്റെ റോസാ ചെടി. എങ്ങനെ തോന്നിയടാ സാമദ്രോഹി നിനക്ക്? ചോദിക്കച്ചാ. എന്താടാ? ആരാ എന്റെ റോസാ ചെടി വെട്ടിയതെന്ന് ചോദിക്കേ. എന്നാലേ എനിക്ക് സത്യം പറയാൻ പറ്റൂ. എന്നാ പറയട്ടെ, ഞാനാണ് റോസാ ചെടി വെട്ടിയത്.